So mark your attendance now. Please mark your attendance, all of you. Okay, then take your textbook, page number page number 44. Read and write W and X. We already studied how to write W and X in our previous class. So write in your slate W, small letter and capital letter W and X. Please write in your slate W, X. We are almost finished our alphabets, okay? നമ്മൾ alphabets പഠിച്ച് കഴിയാറായല്ലേ? W, X, Y and Z. ഇനി രണ്ടെണ്ണം കൂടെ നമ്മൾ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണ് അപ്പോഴേക്കും മുഴുവൻ ലെറ്റേഴ്സും എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. A to Z, okay? Okay, മാനം ഒക്കെ എഴുതിയിട്ടുണ്ട്. W, capital and small, W and X. Okay. പെട്ടെന്ന് എഴുതിയേ സ്ലേറ്റില് തന്റെ W and X. ഇനിയാണ് W X എഴുതുകയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്? A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X. ഇത്രയും എത്തി അല്ലേ? എക്സ് വരെ നമ്മള് ഇപ്പൊ പഠിച്ചു. ഓക്കെ, ആഫിയ, ഗായത്രി, അനീഷ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഹർഷാൽ എഴുതിയോ? ഹർഷാൽ. ഓക്കെ, ധൻദേവ് W and write X also. Okay, X. പിന്നെ നമ്മള് W, X പഠിച്ചു അല്ലേ? So look at your text. Okay, മാനവദൻ കോപ്പി ബുക്കിൽ എല്ലാവരും എവിടെ വരെ എഴുതി? കോപ്പി ബുക്കില് മിസ് പറയുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുന്നില്ലേ? എവിടെ വരെ എഴുതി? അപ്പോ W, X വരെ കോപ്പി ബുക്കിൽ ഫിനിഷ് ചെയ്തിട്ട് ഇന്ന് തന്നെ മിസ്സിന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഫിനിഷ് ചെയ്യാം. W, X വരെ കോപ്പി ബുക്കില് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ആ കോപ്പി ബുക്ക് എവിടെ വരെയാണോ എഴുതിയിട്ടുള്ളത് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യുക. ഓക്കെ ഓക്കെ സയാൻ. ഓക്കെ, സയാൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. മാനവ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് കോപ്പി ബുക്ക് ഫോളോ ചെയ്യുക കേട്ടോ. നന്നായിട്ട് എഴുതാനൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കോപ്പി ബുക്കിൽ നമ്മൾ എഴുതണം അല്ലേ? സോ ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 44. Read and write W and X. W and X. W, X. W and X. So W for ball, wool. Okay, Rishan. Okay. Ball, wool, watch, veil. Okay, Janaki. Okay, very good. So the words starting with W are ball, wool, watch, veil. What is wall? What is wall? WOLF. Wall. എന്താണ് wall? എന്താണ് wolf? Gandhave. What is wolf? എന്താണ്? ചെന്നായ അല്ലെ? നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. wolf means ചെന്നായ. Wool. What is wool? What is wool, Sayed? What is wool? ചരടാണല്ലേ? നൂലാണല്ലേ? എന്ത്? കമ്പിളിയുടെ നൂലാണല്ലേ? wool. So watch. We know what is watch. Watch എന്താണ്? നമുക്കൊക്കെ വാച്ച് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് കുറെ പേർക്ക് നല്ല വാച്ചുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? So W for watch. 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 Then veil. WHALE. Veil. What is veil? എന്താണ് ഗായത്രി veil? What is veil? മീൻ. എന്ത് മീനാണ്?
fish? തിമിംഗലം. തിമിംഗലമാണ് അല്ലേ? വെയിൽ, തിമിംഗലം അല്ലേ? സോ വെയിൽ, WHALE, വെയിൽ. Then the next letter is X. X means X for X-ray, X-ray and xylophone. So X-ray ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? What is X-ray? Did you see an X-ray? നിങ്ങൾ X-ray കണ്ടിട്ടുണ്ടോ? എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമ്മുടെ എന്താണ് ശരീരത്തിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയാൽ, എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, നിങ്ങൾ ചിലപ്പോ കാലിനോ കൈക്കോ ഒക്കെ വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡോക്ടർ എന്ത് പറയും? എവിടെയെങ്കിലും വീണു അല്ലെങ്കിൽ നല്ല വേദനയാണ് വീണിട്ട് ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ എന്ത് പറയും? ശരീരത്തിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണം, എന്ത് ചെയ്യണം? എക്സ്റേ എടുക്കണം എന്ന് പറയാറുണ്ടോ? എക്സ്റേ എടുക്കണം എന്ന് പറയാറുണ്ട്. എന്താണ് എക്സ്റേ? ബോഡിയുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബോഡിയുടെ ഒരു ഇമേജ് കോപ്പി ചെയ്യും അല്ലെ? ബോഡിയുടെ അകത്തുള്ള ഒരു ഇമേജിനെ കോപ്പി ചെയ്യും. അതിനെയാണ് നമ്മൾ എക്സ്റേ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ഒരാളുടെ എക്സ്റേ ആണ് അല്ലെ? ശരീരത്തിനകത്തുള്ള നമ്മുടെ റിഷാന്റെ അടുത്ത് കണ്ടോ എക്സ്റേ ഉണ്ട്. ദാറ്റ് ഇസ് എക്സ്റേ. റിഷാന്റെ കയ്യിൽ കണ്ടോ? നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ചിലപ്പോഴുണ്ടാവും, അമ്മൂമ്മമാരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ എക്സ്റേ എവിടെ ഉണ്ടാവും? വീടുകളിൽ ചിലപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പാരന്റ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ, എക്സ്റേ ഉണ്ടോ ഇവിടെ, ആരുടെയെങ്കിലും എക്സ്റേ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാ? ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടൊന്ന് നോക്കുക അല്ലെ? അതിന്റെ അകത്ത് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ബോൺസ് ഒക്കെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുത്ത് നോക്കുന്നത് അല്ലെ? സോ എക്സ് ഫോർ എക്സ്റേ, എക്സ്റേ. ഓക്കെ, സോ W for ball, wool, watch, veil. X for X-ray. Okay. So Janaki ഒന്ന് വായിച്ചു മോളെ. W and X. WX വായിച്ചു കൊടുക്കാം. W for wall. ഒന്ന് വായിച്ച് ഏതൊക്കെ വേർഡ്സ് ആണുള്ളത്? W for wolf, wool, watch, veil. Then X. X for extra, X-ray. Okay, okay, good. Then Harshal, please read W and X. Harshal. W for wool. W for wool. W for watch. W for veil. X. Okay, okay. എന്താണ് ഹർഷാൽ ഇന്ന് ഭയങ്കര മൂടിയാണല്ലോ? എന്താ ഒരു ഉഷാറില്ലാത്തത് ഹർഷാലേ? നല്ല മോനായിട്ട് ശബ്ദത്തിലൊന്ന് വായിച്ചേ. അച്ഛത്തിൽ വായിച്ചു കൊടുക്കാൻ ടീച്ചർ വന്ന വായിക്കേ. W for wall. W for wall. W for watch. W for veil. And X? X-ray. Okay, okay, good. Then Manav, please read W and X. Manav. Okay. W for wool. Wool. Watch. Veil. X-ray. Okay. X for X-ray. W for wall, wool, watch, veil. X for X-ray. Okay. Then Dandev, please read W and X. W for wall. Wool. Watch. Veil. X-ray. X for X-ray. Okay. Then Arshan, please read. W for golf. Golf. Wool. Wool.
അതെന്താണ് വെയിൽ പിന്നെയോ എക്സ്റേ ഓക്കെ ബോൾ ബൂൾ വാച്ച് വീൽ എക്സ് ഫോർ എക്സ്റേ ഓക്കെ then Gayatri okay Voice. Voice. okay What? X-ray. X-ray X for X-ray okay then Sayak please read W for wolf. W for wool. W for weight. W for watch. okay X for X-ray. X for X-ray okay very good then Afia Afia വായിച്ചിമോളെ Blue. Watch. Veil. Extra. X for X-ray okay then Fatima W for what? Like it? W for wolf. ഊന്ന് അറിയില്ലേ നോക്കി ഇത്ര നോക്ക് Wool. gold Wool. okay What? what Wine. okay veil okay very good then Muhammad Marwan please read W and X Marwan All. Wool. okay What? Wait. X-ray. okay wall wool watch veil and X for X-ray okay then Ishida വായിച്ചിമോളെ W and X look at your text W for bull. Watch. Day. X-ray. and X for X-ray okay very good then Sayan W for wolf. Bull. Watch. Day. X For X-ray. X for X-ray okay then Nihal where is Nihara Nihala Nihara please read വായിച്ചിമോനെ Watch. Wool. Loon. Wall Wolf. Effort. X-ray and where is Nihara Nihara please read Nihara എവിടെയാണ് ഇക്കാരം അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെയാണോ ഇരിക്കേണ്ടത് ക്ലാസ്സിൽ ഇരിക്കണ്ടേ നിഹാര come here നിഹാര മടിയാണ് WX ഒന്ന് വായിച്ച നിഹാര W for bad girl ആണല്ലേ
Good girl ആണോ bad girl ആണോ? Be a good girl. So please read. വായിക്കേ. Okay, listen. Next ക്ലാസ്സിൽ എന്തായാലും വായിക്കണം കേട്ടോ നിഹാര. ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് അങ്ങോട്ട് വരുന്നുണ്ട് നിഹാരയുടെ വീട്ടിലേക്ക് എന്തായാലും ഇന്ന്. So നമ്മള് W and X എഴുതാൻ പഠിച്ചു, കുറച്ച് വേർഡ്സും പഠിച്ചു അല്ലെ. നമ്മള് ഈ ലെറ്റേഴ്സ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തൊട്ട് റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കാം അല്ലെ. ലെറ്റേഴ്സ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് സ്പെല്ലിങ്ങും പഠിക്കാം, എഴുതാനും പഠിക്കാൻ വേണ്ടി പറ്റും അല്ലെ. സോ നമ്മുടെ ലെറ്റേഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഇനിയിപ്പോ Y and Z കൂടെ ഉള്ളത് അതുകൂടെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തൊട്ട് റിവൈസ് ചെയ്യാം. എക്സാമിന് മുമ്പ് ടൈം കിട്ടുകയാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇപ്പോ ഓരോ വേർഡ്സും ഡിക്റ്റേഷൻ തരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ സ്പെല്ലിംഗ് പഠിക്കും അല്ലെ. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ മുഴുവൻ പഠിച്ചിട്ടുണ്ടാവും. സോ take the next page, page number 45. Practice the stroke and write the letters. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാൻ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, സ്ട്രോക്കിൽ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ചെയ്തിട്ടുണ്ടോ? W and X പേജ് നമ്പർ 45 എഴുതിയിട്ടുണ്ടോ? യെസ്, കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ എന്ത് ചെയ്യാം, മുഴുവൻ ഫില്ല് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടില്ലാത്ത ഭാഗം മുഴുവൻ ഫില്ല് ചെയ്യുക. ആൻഡ് ടേക്ക് ദ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 46. Our last letters, read and write Y and Z. Okay, after W, X, Y, Z. So we are going to learn how to write Y and Z. It is very easy to write Y and Z. How many of you know how to write Y and Z? Please write in your slates Y, Z. Okay, Manav. Okay, very good. Manav എഴുതിയിട്ടുണ്ട് Y and Z. And all of you write Y and Z. Sayed. Okay, very good, Sayed. Y and Z. You know how to write Y and Z, okay? Y, Z. Ishita, എഴുതിയോ Ishita? Y and Z എങ്ങനെയാണെന്ന്? Now listen here, how to write Y and Z. Okay, Gayatri. Okay. So we are going to write Y. How to write capital Y. Okay. First, we draw a slanting line rightward. Okay, sorry, leftward. A slanting line and again a small standing line. Okay. This is Y. This is capital Y. Okay. How to write Y? Okay, Zayan. Okay. Capital Y and small y. Small y is, look at your text, there is small y. In the textbook, small aanale, small letter y aanu. How to write small letter y? Make a curve like this and again draw a standing line downward, end with a small curve. Okay, this is y. 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 Okay. Curve vachittu. Gayatri. What are you doing there? I told you many times. Gayatri തന്നെയാണ് എഴുതേണ്ടത്. Okay. Brother help ചെയ്യാൻ അവിടെ ഇരിക്കാം എന്നല്ലാതെ ഗായത്രിക്ക് എഴുതി കൊടുക്കരുത്. കുട്ടി പഠിക്കില്ല പിന്നെ. Okay. Okay, Y. How to write Y? This is capital Y. Draw a slanting line like this. Then a standing line on that slanting line. Okay. Then small letter Y like this. Small letter Y and
capital Y. Okay. Small y and capital Y. Okay, then some words are given there starting with Y are Y for, look at your text, Y for yak, yo-yo and yellow. Okay, yak, yo-yo and yellow. Okay. Listen. Yak, yo-yo and yellow are the words starting with Y. What is yak? Y-A-K, yak. എന്താണ് yak? അവിടെ യാക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ആനിമൽ ഉണ്ട് അല്ലേ? അതെന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ? ഹർഷാൽ, look at your text. ഹർഷാൽ, look here. Okay, yak. എന്താണ് yak? അവിടെ യാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമലിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. യാക്ക് എന്താണ്? എന്താണ് റിഷാൻ യാക്ക്? കണ്ടിട്ടുണ്ടോ അതിനെ? നമ്മുടെ കൗവിനെ പോലൊക്കെ ഉണ്ട്. കൗവാണോ അത്? റിഷാൻ, ഇതെന്താണ് മോനെ? കൗവല്ല അല്ലേ? കാണാൻ എങ്ങനെയുണ്ട്? കൗവിനെ പോലെ ഉണ്ട് അല്ലേ? കൊമ്പുണ്ട്, ചെവിയുണ്ട്, 4 കാലുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? ലുക്ക് ലൈക്ക് എ കൗ. ഓക്കെ, yak is an animal and it's a mammal like a cow. എന്താണ്? പശുവിനെ പോലെ തന്നെയുള്ള ഒരു മാമൽ ആണ് അല്ലെ എന്ത്? യാക്ക്. നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവാറില്ല. ഹിമാലയൻ റീജിയണിലൊക്കെ ആണ് സാധാരണയായിട്ട് യാക്ക് ഉണ്ടാവാറ്. നമ്മുടെ നാട്ടില് കുറവാണ് അല്ലെ? നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല യാക്ക്. നമ്മുടെ പശുവിനെ പോലെ തന്നെയാണ് അത്. എന്താണ്? മാമൽ ആണത്. പശുവിനെ പോലെ തന്നെയാണ് കാണാനുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. ആ പ്രദേശങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. പശുവിനെ പോലെ തന്നെയാണ് കാണാൻ. പശുവിനെ പോലെ തന്നെ ഉണ്ട്. സോ Y for yak, yak. And the next one is Y for yo, yo, yo-yo. You know what is yo-yo? What is that? Yo-yo എന്താന്ന് അറിയാമോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ള യോയോ? ഇറ്റ്സ് എ ടോയ്. അതൊരു ടോയ് ആണ്, ഒരു കളിപ്പാട്ടമാണ് യോയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോയോ ഉണ്ടോ? So here, look here, it is yo-yo. ഇതാണ് യോയോ എന്ന് പറയുന്ന ടോയ്. ഇതൊരു ടോയ് ആണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള ടോയ് ആണ് അല്ലേ? എന്താണ്? യോയോ ഇസ് എ ടോയ്. ഓക്കെ, കണ്ടോ? ഇതൊക്കെ യോയോന്റെ പിക്ചേഴ്സ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? ഒരു റെഡ് കളറുള്ള യോയോ കൊടുത്തിട്ടുണ്ട് അല്ലേ? So it is yo-yo. It's a toy. Okay. Yo-yo. And the next one is yellow. What is yellow? Y-E-L-L-O-W. Yellow. What is that? What is yellow, Ishita? Yellow എന്ന് വെച്ചാൽ എന്താണ് ഇഷിത? എന്ത് കളറാണ്? മലയാളത്തിൽ എന്ത് പറയും? യെല്ലോ. മഞ്ഞ കളറാണ് അല്ലേ? മഞ്ഞ നിറം, മഞ്ഞയാണ് യെല്ലോ എന്ന് പറയുന്നത് അല്ലേ? സോ
Y for yak, yo-yo, yellow. Okay, yak is a mammal and it's an animal. Okay, it's an animal. Then yo-yo is a toy. Yellow is the color. Okay, yak, yo-yo, yellow. Okay, yak, yo-yo, yellow. Okay, the next one, our last letter is said. And how to write said? How to write? ഇങ്ങനെയാണ് നമ്മൾ said എഴുതുക. Said. It is very easy to write said. Draw a sleeping line. Again, draw a slanting line like this. Then again, draw a sleeping line. This is said. Small letter and capital said. Sleeping line, slanting line downward, again draw a sleeping line. It is said. Okay, said. Z എങ്ങനെ എഴുതാ? Write in your slate. Z, Zayan. So the first letter is Zayan and Z അല്ലേ? Zayanന്റെ പേര് എഴുതുമ്പോ എങ്ങനെയാണ്? ആദ്യം Z ആണല്ലേ എഴുതേണ്ടത് അല്ലേ Zayan? സയാന്റെ പേരൊക്കെ എഴുതുമ്പോ എന്താണ് നമ്മള് സെഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. Z. Okay, ജാനകി. Okay, Zayan, Ishita. Okay, Manav. Gayatri, what is that? Gayatri, ideo? Okay, fine. Sayak, okay. Harshal, okay. Nihal, where is said? Where is your said? Okay, fine. Okay. So, look at your textbook. The words are given here, starting with said are. Said was zoo, zebra, zip. Zoo, zebra, zip. What is zoo? Z-O-O, zoo. What is that? Zoo. Do you know what is zoo? Zoo എന്താണ്? അവിടെ കാണുന്നുണ്ടല്ലോ, എന്താ അത്? What is zoo? എന്താണ് അഫിയ? Zoo. Z-O-O, zoo. എന്താണ് മോളെ? ആ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, എന്താണ് zoo എന്നുള്ളത്? മൃഗശാല അല്ലെ? സൂവിൽ പോയിട്ടുണ്ടോ അഫിയ? Yes, okay. Zoo means മൃഗശാലയാണല്ലേ? അവിടെ പോയി നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? കുറെ മൃഗങ്ങളെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? Zoo means മൃഗശാല. Zoo, zebra, zip. What is zebra? Zebra is a wild animal. Okay, zebra. വരയൻ കുതിര എന്ന് പറയും അല്ലേ? White and black in color. Zebra. The last one is zip. Z-I-P. Zip. Zip means നമ്മുടെ ഡ്രസ്സിനൊക്കെ എന്തുണ്ടാവും? സിബ് ഉണ്ടാവും അല്ലെ? സിബ് നിങ്ങളുടെ സ്കൂൾ ബാഗിന് ഒക്കെ ഉണ്ടാവും അല്ലെ? സിബ്. നമ്മള് സിബ് എന്ന് പറയും. So, zoo, Z for zoo, zebra and zip. So, സെഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ടൈം ഏകദേശം ഫിനിഷ് ആവാൻ പോവാണ്. നമ്മുടെ ഡിറ്റേഷൻ വേർഡ്സ് ഉണ്ടല്ലോ ഇന്ന്. സോ അതുകൊണ്ട് മിസ് എന്താണ് സെഡ് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ ടേക്ക് യുവർ സ്ലേറ്റ് ഓർ യുവർ നോട്ട് ആൻഡ് റൈറ്റ് യുവർ ഡിറ്റേഷൻ വേർഡ്സ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഡിറ്റേഷൻ വേർഡ്സ് ഏതാണ്? Words starting with letter B. Some words starting with B are your dictation words today. So take your pencil and your slate or your notebook. And after write, send it to me on my WhatsApp. Okay, not in group. എഴുതി കഴിഞ്ഞ ഉടനെ നിർബന്ധമായിട്ടും എല്ലാവരും മിസ്സിന്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യണേ. Okay. So, are you ready? Are you ready for your dictation? So your first
where is your textbook, Gayatri? ഗായത്രിയുടെ ടെക്സ്റ്റ് ബുക്ക് എവിടെയാണുള്ളത്? ഓക്കെ, ക്ലോസ് ഇറ്റ് ആൻഡ് റൈറ്റ്. ക്ലോസ് ചെയ്ത് അവിടെ വെച്ചിട്ട് എഴുതാ. So your first word is balloon. എഴുതിയോ? Balloon. ഓക്കെ, രണ്ടാമത്തെ വേർഡ് പറയട്ടെ. So your second word is bat. Bat. Balloon, bat. ഇഷിത എഴുതുന്നില്ലേ? ഇഷിത പെട്ടെന്ന് എഴുതിയേ. Balloon, bat. So your first word is balloon and your second word is bat. Balloon, bat, and third one is bird. Bird. Balloon, bat, bird. Balloon, bat, bird, and your fourth word is boy. Boy. ഇഷിത എഴുതുന്നില്ലേ? ഇഷിത എഴുതുന്നെന്ന് കാണുന്നില്ലല്ലോ. അമ്മയാണോ എഴുതുന്നേ? Balloon, bat, bird, boy. Boy is your fourth word. Boy. Okay. And your last word is ball. Ball. ഇഷിത എഴുതിയോ? ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ. നന്നായിട്ടുണ്ടേ. സോ ആദ്യം മുതൽ ഒന്ന് നോക്കാം ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന്. ബലൂൺ, ബാറ്റ്, ബേർഡ്, ബോയ്, ബോൾ. ഓക്കെ, ബലൂൺ, ബാറ്റ്, ബേർഡ്, ബോയ്, ബോൾ. ഓക്കെ, ജാനകി എഴുതിയോ? ജാനകി എഴുതിയോ മോളെ? എന്താണ് ജാനകി? ജാനകി എന്താ സങ്കടം? ജാനകി കിട്ടിയില്ലേ വേർഡ്സ്? So
Okay, I am going to wind up and your words are, okay, Sayan, okay, Sayas, okay, very good. Balloon, bat, bird, boy, ball. Okay, then send it to me on my WhatsApp and set a see you. I am going to wind up your class and see you in the next class, okay? എഴുതിയത് തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. ഒന്നൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഓക്കെ, ബൈ. See you in the next class. Ta-ta.